എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ മാമ്പഴ പുളിശ്ശേരിയാണ്. പണ്ട് കാലം മുതലേ എല്ലാവരുടെയും ഇഷ്ട വിഭവം കൂടിയാണ്. ഈ ഒരു സീസണിൽ ധാരാളമായി പഴുത്തു തുടങ്ങിയിട്ടുള്ള മാമ്പഴം വെച്ചിട്ട് ഇതുപോലൊരു പുളിശ്ശേരി നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണേ. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഈ ഒരു രീതിയെല്ലാം തന്നെയും നമ്മുടെ പുളിശ്ശേരിയുടെ സ്വാദ് വർദ്ധിപ്പിക്കുന്നതുമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വലിയേറിയ ലൈക്കുകൾ തരാനും മറന്നു പോകരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ രുചികരമായിട്ട് തന്നെ മാമ്പഴ പുളിശ്ശേരി വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ കണ്ടു നോക്കാം. ഞാനിന്ന് കുറച്ചധികം തന്നെ മാമ്പഴം ഇവിടെ പഴുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ നിന്നും പറിച്ചെടുത്ത് പഴുപ്പിച്ചെടുത്ത മാമ്പഴമാണ്. മാമ്പഴം കൂടുതൽ അളവിൽ കിട്ടിയപ്പോൾ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാന്ന് വെച്ചു. മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഇന്ന് തയ്യാറാക്കി ഒരു ദിവസം വെച്ച് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ഈ ഒരു പുളിശ്ശേരിയുടെ സ്വാദ് നമ്മൾ തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇത് കാലം മുതലേ ആർത്തിയോടുകൂടി തന്നെ കഴിക്കുന്ന ഒന്നാണ് മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ നമുക്കിന്ന് വളരെ സ്വാദേറിയ ഈ ഒരു പുളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. മാമ്പഴം എടുക്കുമ്പോൾ പുഴുക്കുത്തൊന്നും ഇല്ലാത്ത മാമ്പഴം വേണം നോക്കിയെടുക്കാനായിട്ട്. നല്ല ചുനയുള്ള മാങ്ങ വെച്ച് തയ്യാറാക്കുമ്പോഴാണ് ഇതിന്റെ സ്വാദ് വർദ്ധിപ്പിക്കുന്നതും. ഇനി നമുക്ക് ഈ മാമ്പഴം ഒരു ഉരുളിയിലേക്ക് മാറ്റാം. ഉരുളിയിലേക്ക് മാറ്റിയ മാമ്പഴത്തിന്റെ തോല് ഭാഗം നമുക്കൊന്ന് എടുത്ത് മാറ്റണം. ഇതിനായിട്ട് ഞെട്ടുഭാഗം ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ മതിയാകും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ മാമ്പഴത്തിന്റെ തോലൊക്കെ ഒന്ന് അടർത്തി മാറ്റാവുന്നതാണ്. തോല് കളഞ്ഞ മാമ്പഴം ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഉരുളിയിലേക്ക് മാമ്പഴം മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞുകൂടി എടുക്കാം. മാമ്പഴത്തിന്റെ ജ്യൂസ് മുഴുവനും നമുക്കിതുപോലെ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് വെന്ത് വരാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അധികം ഒന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അരക്കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഈ മാമ്പഴം അടുപ്പിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചുകൂടി എടുക്കാം. തിളച്ചു തുടങ്ങിയാൽ ഈ ഒരു രീതിയിൽ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം. തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഓട്ടുരുളിയിലോ മൺചട്ടിയിലോ ആണ് തയ്യാറാക്കി എടുക്കേണ്ടത്. നല്ലവണ്ണം തിളച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്ക് മൂടി വെച്ച് വേണം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ മാമ്പഴം ഇവിടെ നല്ലതുപോലെ ഇളക്കി കൊടുത്തപ്പോൾ ഒന്ന് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ലവണ്ണം തിളച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റാം. അതിനുശേഷം മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരു 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് മൂടി വെച്ച മാമ്പഴം നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. മാമ്പഴം അടിയിൽ പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് അടി ചേർത്ത് നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഈ മാമ്പഴത്തിലെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. അതുവരെയും നമുക്കൊന്ന് മൂടി തുറന്ന് വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. നമ്മുടെ മാമ്പഴം ഒന്ന് വെന്ത് കുറുകിയ പാകത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവില് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനിയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോഴും ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുത്ത് തന്നെയാണ് ഞാനിത് പാചകം ചെയ്തെടുക്കുന്നത്. ഭാഗത്തേക്കും ശർക്കരപ്പാനി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ 1 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി. വേണ്ടത് എരിവിനായിട്ടൊരു 2 പച്ചമുളക് ചേർക്കാം. പച്ചമുളകും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമ്മുടെ മാമ്പഴം നല്ല പോലെ കുറുകിയ പാകത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. ആണ് നമുക്ക് ആയി കിട്ടേണ്ടതും. മാമ്പഴ പുളിശ്ശേരിക്ക് നല്ലൊരു സ്വാദിനായിട്ട് 1.5 സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർക്കണം. നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ച് തന്നെ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പഴം ഒന്നുകൂടെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് അരമുറി നാളികേരവും 1 നുള്ളു നല്ല ജീരകവും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ തൈരാണ് എടുത്തിട്ടുള്ളത്. തൈരെടുക്കുമ്പോൾ അധികം പുളിപ്പില്ലാത്ത കട്ട തൈരായിരിക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ചളവിൽ മാത്രമാണ് തൈര് ഒഴിച്ചരച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ നാളികേരം അരയാതെ തന്നെ പോകുന്നതാണ്. പുളിശ്ശേരി തയ്യാറാക്കുമ്പോൾ നല്ല മഷി പോലെയാണ് നമുക്ക് നാളികേരം അരച്ചെടുക്കേണ്ടതും. അല്ലെങ്കിൽ നമ്മുടെ പുളിശ്ശേരിയിൽ നാളികേരം പൊങ്ങിക്കിടക്കാനൊക്കെ സാധ്യത വളരെ തന്നെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്.
അങ്ങനെ നമ്മുടെ മാമ്പഴം നല്ല പോലെ വറ്റി കുറുകിയ പാകത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് അരച്ചെടുത്തിട്ടുള്ള അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അരപ്പ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്തും ഫ്ലെയിം സിമ്മിൽ തന്നെ വെച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ചട്ടിയുടെ ചൂട് കൊണ്ട് നമ്മുടെ അരപ്പൊക്കെ ഒന്ന് പിരിഞ്ഞു പോകാനൊക്കെ സാധ്യത വളരെ തന്നെ കൂടുതലാണ്. അങ്ങനെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുള്ള പുളിശ്ശേരിയിലേക്ക് ഒരു നുള്ളു കായപ്പൊടി കൂടെ ചേർക്കാം. കായപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരിയുടെ സ്വാദ് നന്നായിട്ട് കൂടുന്നതാണ്. ഈ ഒരു കായപ്പൊടി ചേർക്കുന്നത് എൻ്റെ ഒരു സീക്രട്ടാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കാവുന്നതാണ്. കായപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി തിളപ്പിക്കാതെ തന്നെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ സമയത്ത് കാണാലോ നമ്മുടെ പുളിശ്ശേരി ഒരു തരി പോലും തിളച്ചൊന്നും തൂവിയിട്ടില്ല. ഇങ്ങനെയാണ് നമുക്ക് പുളിശ്ശേരി തയ്യാറാക്കി എടുക്കേണ്ടതും. അതിനുശേഷം നമുക്ക് ഈ ചട്ടി ഒന്ന് താഴേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു താളിപ്പ് കൂടെ ചെയ്തെടുക്കാം. താളിപ്പ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഒരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ള നെയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർക്കാം. ഉലുവയും കടുകും ഒക്കെ ഒന്ന് പൊട്ടി വരുന്ന മാത്രയിൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽ മുളക് കൂടെ ചേർക്കണം. വറവൊക്കെ നല്ല പോലെ ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ശേഷം ഈ ഒരു താളിപ്പ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാമ്പഴ പുളിശ്ശേരിയിലേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. താളിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഒരു 5 മിനിറ്റിന് ശേഷം മൂടിയൊക്കെ തുറന്ന് നോക്കുവാണ്. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര രുചികരമായിട്ടാണ് നമ്മൾ ഈ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു സീസണിൽ ധാരാളമായി കിട്ടുന്ന മാമ്പഴം വെച്ചിട്ട് ഇതുപോലൊരു നാടൻ വിഭവം എല്ലാവരും തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.